ആംസ്റ്റർഡാം എന്ന ജലനഗരത്തിലൂടെ ഒരു ബോട്ടിൽ കഴിഞ്ഞ 1 മണിക്കൂറായി ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കനാൽ ക്രൂസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. പല കനാലുകൾ പിന്നിട്ടുള്ള യാത്ര ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുത്തു. നിരവധി ബോട്ടുകളുണ്ട്. ഗ്ലാസ് കൊണ്ട് മേൽക്കൂര വെച്ച ബോട്ടുകൾ. സിറ്റി സൈറ്റ് സീയിങ് കമ്പനിയുടെ ഡബിൾ ഡക്കർ ബസ്സുകൾ പല നഗരങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇവിടെ അവർ കനാൽ ക്രൂസും നടത്തുന്നു. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബോട്ടുകളാണിത്. ജലനഗരമായ ആംസ്റ്റർഡാമിൽ ബസ്സുകളേക്കാൾ ബോട്ടുകൾക്ക് തന്നെയാണല്ലോ പ്രാമുഖ്യം. ഇങ്ങനെ നിരവധി ടൂറിസം ആക്ടിവിറ്റികളുണ്ട് ഇവിടെ. വലതുവശത്ത് കാണുന്നത് കൺസർവേറ്റേറിയം എന്ന കെട്ടിടമാണ്. ഒരു വശത്ത് നടക്കാൻ മാത്രമുള്ള പാലം, പ്രൊമനേഡുകൾ. അതിനുമപ്പുറം അക്കാണുന്നത് ഇവിടുത്തെ OBA ലൈബ്രറിയാണ്. അതിനോട് ചേർന്ന് തന്നെ മീഡിയ മാർക്കറ്റ് എന്നൊരു സ്ഥാപനമുണ്ട്. വലിയൊരു പ്രൊമനേഡാണ് അവിടെയുള്ളത്. ഊസ്റ്റർ ഡോക്സ്കേഡ് എന്ന് അതറിയപ്പെടുന്നു. വീതിയുള്ള ഒരു തെരുവാണത്. അതിനിപ്പുറം കനാലിൽ ഒരു ഫ്ലോട്ടിംഗ് പ്രൊമനേഡുമുണ്ട്. പുതിയ കാലത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഊസ്റ്റർ ഡോക്സ്കേഡിൽ നിന്നും ഫ്ലോട്ടിംഗ് പ്രൊമനേഡിലേക്ക് ഇറങ്ങാം. പ്രൊമനേഡിൽ ധാരാളം ആളുകൾ വിശ്രമിക്കുന്നു. നീളൻ ബെഞ്ചുകളുണ്ട് അവിടെ. ഇങ്ങനെ ആളുകൾക്ക് ഉല്ലസിക്കാനും വിശ്രമിക്കാനുമുള്ള സംവിധാനങ്ങൾ ഗുണമേന്മയോടെ നഗരാസൂത്രണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്നു. ചെറുബോട്ടിൽ ചെറിയ സംഘങ്ങൾ. പോസിറ്റീവ് എനർജി നൽകുന്ന നഗരം തന്നെയാണ് ആംസ്റ്റർഡാം. ധാരാളം ആളുകൾ ഇരിപ്പുണ്ടിവിടെ. പല സംഘങ്ങളായി നഗരവാസികളും ടൂറിസ്റ്റുകളും അങ്ങനെ ഇരിക്കുന്നു. ഹിൽട്ടൺ ഗ്രൂപ്പിന്റെ ഡബിൾ ട്രീ ഹോട്ടലാണ് ഇത്. ചെറിയ പായ്വഞ്ചികളിൽ സഞ്ചാരികൾ കടന്നുപോകുന്നു. ഞങ്ങളുടെ ഡ്രൈവറും ഗൈഡുമായ ആൾ യാത്ര അവസാനിക്കുകയാണെന്ന് പറയുന്നു. കനാലുകളുടെ ഓരങ്ങൾ കല്ലുപടുത്ത് വൃത്തിയായി സംരക്ഷിക്കുന്ന രീതി ആകർഷകമാണ്. ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും ഉല്ലസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ഗൈഡ് ഒരു ഉപസംഹാര പ്രസംഗമാണ് നടത്തുന്നത്. അതോടൊപ്പം തീരത്തെ കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞു തരുന്നുമുണ്ട്. ലവേഴ്സ് എന്ന കനാൽ ക്രൂസുകാരുടെ ബോട്ട് അടുക്കുന്ന പിയറാണ് ഇവിടം. അതിനു പിന്നിൽ ടൂറിസം ഇൻഫർമേഷൻ സെന്ററും മറ്റുമുണ്ട്. അതിനുമപ്പുറം ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് അക്കാണുന്നത്. സ്റ്റേഷന് മുന്നിലെ വലിയ മൈതാനത്ത് നിന്ന് പല തെരുവുകൾ പുറപ്പെടുന്നു. ചിലത് പാലങ്ങളാണ്. അതിനു മുകളിലൂടെ ട്രാമുകൾ കടന്നുപോകുന്നു. ജലാശയത്തിൽ നിരവധി പിയറുകൾ. അതിനോട് ചേർന്ന് കിടക്കുന്ന ബോട്ടുകൾ. കാഴ്ചകളെല്ലാം ഗംഭീരം. ഞങ്ങളുടെ ബോട്ട് യാത്ര അവസാനിപ്പിച്ച് പിയറിലേക്ക് മടങ്ങുകയാണ്. പല പല പിയറുകളുടെ ഓരങ്ങളിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കടന്നു വന്ന ദാംറാക്ക് എന്ന സ്ട്രീറ്റാണ് തിട്ടയ്ക്ക് മുകളിൽ. ചുടുകെട്ടുകൊണ്ട് പണിതതാണ് സ്ട്രീറ്റിന്റെ കെട്ടുകൾ. അതിന്റെ വക്കത്തും ആളുകൾ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ബോട്ട് പിയറിലടുത്തു. ഞാൻ പുറത്തേക്കിറങ്ങി. പൂച്ചെടികൾ കൊണ്ട് മനോഹരമായ പിയറുകൾ. ഇതെല്ലാം ഓരോ തരം ക്രൂസുകൾ പുറപ്പെടുന്ന പിയറുകളാണ്. വൈവിധ്യമാർന്ന നിരവധി ടൂറുകൾ ഇവിടങ്ങളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ദാംറാക്ക് സ്ട്രീറ്റിലേക്ക് എത്തുമ്പോൾ ജനം നിറഞ്ഞൊഴുകുന്നതാണ് കാഴ്ച. ഇതിൽ ബഹുഭൂരിപക്ഷവും ടൂറിസ്റ്റുകളാണ്. പ്രതിവർഷം ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തുന്നത്. ഈ സ്ട്രീറ്റിന്റെ ഓരത്താണ് എന്റെ ഹോട്ടൽ. ദാംറാക്ക് സ്ട്രീറ്റിൽ നിന്നും ഇങ്ങനെയുള്ള പല ഇടത്തെരുവുകളുണ്ട്. അതിലൊന്നിലൂടെ ദാംറാക്കിന് സമാന്തരമായുള്ള മറ്റൊരു സ്ട്രീറ്റിലേക്ക് നടന്നു. ന്യൂവെൻ ഡീക്ക് എന്ന സ്ട്രീറ്റാണിത്. ടൈൽ വിരിച്ച് സുന്ദരമാക്കിയ നടക്കാൻ മാത്രമുള്ള സ്ട്രീറ്റ്. ഭക്ഷണം കഴിച്ചും കാഴ്ചകൾ കണ്ടും അതിലൂടെ ആളുകൾ അങ്ങനെ നടക്കുന്നു. ഷോപ്പിംഗിന്റെയും ഫുഡിന്റെയും ഒരു സ്ട്രീറ്റാണ് ന്യൂവെൻ ഡീക്ക്.
അതിലൂടെ ഞാനും നടന്നു. ഈ സ്ട്രീറ്റിന്റെ കാഴ്ചകൾ പുതിയൊരു അനുഭവം തന്നെയാണ്. ആംസ്റ്റർഡാമിലെ ഏറ്റവും പുരാതനമായ സ്ട്രീറ്റുകളിലൊന്നാണ് ന്യൂവെൻഡേക്ക്. 13-ാം നൂറ്റാണ്ടിൽ നഗരത്തിലെ ധനികരുടെ വീടുകളായിരുന്നു ഈ സ്ട്രീറ്റിന് ഇരുവശവും ഉണ്ടായിരുന്നതെന്നാണ് ചരിത്രരേഖകൾ. ധാരാളം ഇടത്തെരുവുകൾ ന്യൂവെൻഡേക്ക് സ്ട്രീറ്റിലേക്ക് വന്നെത്തുന്നുണ്ട്. അതെല്ലാം ഫുഡ് സ്ട്രീറ്റുകളാണ്. ഫ്രഞ്ച് ഫ്രൈസ് ആണ് പ്രധാന വിൽപ്പന വസ്തു. ഏത് തെരുവിലുമുണ്ട് ഫ്രഞ്ച് ഫ്രൈസിന്റെ ധാരാളം ഷോപ്പുകൾ. ഇന്നാട്ടുകാരുടെ ഒരു ഇഷ്ടവിഭവമാണത്. നിരവധി വഴിയോര ഭോജനശാലകൾ, സുവനീർ കടകളുമുണ്ട് വഴിയോരങ്ങളിൽ. ഞാൻ കുറേ നേരം അവിടെയൊക്കെ ചുറ്റി നടന്നു. പാൻകേക്ക് വിൽക്കുന്ന കടകൾ, ധാരാളം റെസ്റ്റോറന്റുകൾ, ഫ്രഞ്ച് ഫ്രൈസിന്റെ ചില സ്പെഷ്യാലിറ്റി ഷോപ്പുകളാണ് ഇത്. മാനക്കൻ പീസ് എന്ന കടയുടെ മുന്നിൽ വലിയ തിരക്ക്. നീണ്ട ക്യൂ ആണ്. ക്യൂവിൽ നിന്ന് കൗണ്ടറിൽ ചെന്ന് പണമടച്ചു കാത്തുനിന്നാൽ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങാം. അതിനുവേണ്ടിയാണ് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. നമ്പർ 1 ഹോളണ്ട് ഫ്രൈസ് എന്നാണ് വിശേഷണം. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് ഇവർ പറയാറില്ല, ഹോളണ്ട് ഫ്രൈസ് ആണ്. ഇന്നാട്ടിലെ ഏറ്റവും പ്രമുഖമായ ഫാസ്റ്റ് ഫുഡാണ് ഹോളണ്ട് ഫ്രൈസ്. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് വഴിയോരത്ത്. ഇടയ്ക്ക് കല്ലുമുണ്ട്. ഞാൻ വീണ്ടും ദാംറാക് സ്ട്രീറ്റിലേക്ക് എത്തി. അതിലൂടെ നടന്ന് പാലസിന് മുന്നിലെ സ്ക്വയറിലേക്ക് ചെല്ലുമ്പോൾ ടൂറിസ്റ്റുകളുടെ ചെറു സംഘങ്ങൾ അങ്ങിങ്ങ് കൂടി നിൽക്കുന്നത് കാണാം. പല നാടുകളിൽ നിന്നും എത്തിയവർ. ട്രാമുകൾ കടന്നു പോകുന്ന പാളങ്ങൾ സ്ക്വയറിന്റെ പല ഭാഗത്തുമുണ്ട്. കല്ല് വിരിച്ച ചത്വരം. അക്കാണുന്നത് ന്യൂ ചർച്ച് എന്ന ദേവാലയമാണ്. മറ്റൊരു ഭാഗത്ത് രാജകൊട്ടാരം. കുറെ പേർ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. ഫാലുൻ ദാഫ എന്ന ചൈനീസ് യോഗയുടെ ഡെമോൺസ്ട്രേഷനാണ്. പല യൂറോപ്യൻ നഗരങ്ങളിലും ഞാൻ ഈ പരിപാടി കണ്ടിട്ടുണ്ട്. മറ്റൊരു കൂട്ടർ പ്രച്ഛന്ന വേഷക്കാരാണ്. മിക്കി മൗസ് വേഷധാരിയാണ് ഒരാൾ. കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് പണം നൽകണം. ഏറെ സജീവമാണ് സ്ക്വയർ. ഒരു ഭാഗത്ത് ആൾക്കൂട്ടത്തിന് നടുവിൽ ജഗ്ലർമാരുടെ അഭ്യാസമാണ് നടക്കുന്നത്. തെരുവ് കലാകാരന്മാരാണ്. ഒറ്റച്ചക്രമുള്ള സൈക്കിളിൽ ഇരുന്നാണ് അഭ്യാസം. കുറെ പേരെ ചുറ്റും കൂട്ടാനുള്ള വാക്ചാതുരിയും കൗശലവുമെല്ലാമുണ്ട് ഇവരുടെ പക്കൽ. ഒറ്റച്ചക്ര സൈക്കിളിന്റെ വലിയ ഉയരത്തിലുള്ള സീറ്റിലിരുന്ന് 5 ക്ലബ്ബുകൾ കൊണ്ടാണ് ജഗ്ലിംഗ്. എല്ലാവരും കൈയടിക്കണം, എങ്കിലേ കലാകാരൻ പരിപാടി തുടങ്ങൂ. ഇവർക്കെല്ലാം നല്ല കമാൻഡിംഗ് പവറാണ്. വലിയ ഒരു ജനക്കൂട്ടത്തെ ചുറ്റും നിർത്തി വാക്ചാതുരിയാൽ അവരെ സ്വന്തം വഴിക്ക് കൊണ്ടുവരുന്നു. കുറച്ചുനേരം ആ പരിപാടി ഞാൻ കണ്ടുനിന്നു. എപ്പോഴും ജഗ്ലിംഗ് വിജയമൊന്നും ആവില്ല. എങ്കിലും ആളുകളെ വട്ടത്തിൽ നിർത്തുന്നു, കൈയടിപ്പിക്കുന്നു. ജനക്കൂട്ടം കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജഗ്ലർക്ക് ഉപജീവന മാർഗമാണിത്. ഇങ്ങനെ നിരവധി കലാകാരന്മാർ എപ്പോഴും ഈ സ്ക്വയറിലുണ്ടാവും. പാലസ് സ്ക്വയർ എന്നും ഡാം സ്ക്വയർ എന്നും അറിയപ്പെടുന്ന വലിയ ചത്വരം. പണ്ട് ഞാനിവിടെ വന്നപ്പോൾ ധാരാളം നർത്തകരെ ഈ സ്ക്വയറിൽ കണ്ടിരുന്നു. എപ്പോഴും പലതരം കലാകാരന്മാർ സ്ക്വയറിന്റെ പല മൂലകളിൽ ഒത്തുകൂടും. സൈക്കിളുകാരാണ് തെരുവിലെവിടെയും. ഈ വഴികളിലൊന്നും മറ്റു വാഹനങ്ങൾ നിരോധിച്ചിട്ടില്ല. പക്ഷേ ആളുകളിൽ ഭൂരിഭാഗവും സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. അവർ സ്വയം അച്ചടക്കം പാലിക്കുകയാണ്. ഇതൊക്കെയല്ലേ പൗരബോധത്തിന്റെ ഉദാത്ത മാതൃക. സൈക്കിൾ റിക്ഷകളുമുണ്ട് തെരുവിൽ. അതൊന്നും ഉപയോഗിക്കാത്തവർ നടക്കുന്നു. ടൂറിസ്റ്റുകളും സ്വദേശികളുമെല്ലാം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ബഹളമില്ല. ഇതിവിടുത്തെ നാഷണൽ മോണുമെന്റ് ആണ്. 2ാം ലോകമഹായുദ്ധത്തിലും ഡച്ച് ഭൂമികൾ സംരക്ഷിക്കാനുള്ള യുദ്ധങ്ങളിലും മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്മാരകമാണ്.
ഞാൻ അവിടെ നിന്നും ഡാംസ്ട്രാറ്റ് എന്ന തെരുവിലൂടെ നടന്നു. ഡാംസ്ട്രാറ്റ് നിരവധി കനാലുകളെ ക്രോസ് ചെയ്താണ് കടന്നു പോകുന്നത്. കനാലുകളുടെ വലിയ ശൃംഖലകൾ തന്നെയുണ്ട്. അതിലെല്ലാം ജീവിതമുണ്ട്. ചെറുതും വലുതുമായ ബോട്ടുകളിൽ നീങ്ങുന്നവർ, പറവകൾ, നിരവധി പാലങ്ങൾ. നീങ്ങുന്ന ബോട്ടുകളും നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളുമുണ്ട്. അതിൽ ചിലതിൽ പാർട്ടികൾ നടക്കുന്നുണ്ട്. ആളുകൾ ഉല്ലാസ മൂഡിൽ അങ്ങനെ ഇരിക്കുന്നു. കനാലുകൾക്ക് കുറുകെയുള്ള പാലങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികൾ. തീരങ്ങളിലാകട്ടെ ജനത്തിരക്കാണ്. മായിക ഭാവമുള്ള ഒരു കനാൽ നഗരം തന്നെയാണ് ആംസ്റ്റർഡാം. എത്രയോ കനാലുകളുടെ റിങ്ങുകളാണ്. കനാലുകളിൽ ബോട്ടുകൾ, പാർട്ടി ബോട്ടുകളാണ് കൂടുതലും. മദ്യപിക്കുന്നവരുണ്ട്. കാമുകി കാമുകന്മാർ ഒരു ബോട്ട് വാടകയ്ക്കെടുത്ത് ഇങ്ങനെ കനാലുകളിലൂടെ കറങ്ങുന്നത് കാണാം. ചെറിയ സുന്ദരൻ ബോട്ടുകൾ. ഈ ഭാഗം ആംസ്റ്റർഡാമിന്റെ ഒരു റെഡ് ലൈറ്റ് ഏരിയയാണ്. സെക്സി ആംസ്റ്റർഡാം എന്നൊക്കെയുള്ള സെക്സ് ഷോപ്പുകൾ, സെക്സ് ടോയ്സ് വിൽക്കുന്ന കടകൾ, അതുപോലെ തന്നെ വ്യഭിചാരശാലകളുമുണ്ട് ഇവിടെ. അർദ്ധനഗ്നരായ യുവതികൾ ചില്ലുവാതിലിനപ്പുറമിരുന്ന് തെരുവിലൂടെ കടന്നു പോകുന്നവരെ മാടി വിളിക്കുന്ന കേന്ദ്രങ്ങൾ. വേശ്യാവൃത്തി നിയമാനുസൃതമാണ് ആംസ്റ്റർഡാമിൽ. 30,000-ഓളം ലൈംഗിക തൊഴിലാളികൾ ഈ നഗരത്തിലുണ്ടെന്നാണ് കണക്ക്. അത്തരം കാഴ്ചകളൊന്നും ഞാൻ ക്യാമറയിൽ പകർത്തുന്നില്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിലും പ്രേക്ഷകർക്ക് ഒരു സൂചന നൽകുകയാണ്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നടന്ന് ഞാനൊരു സിറ്റി ഗേറ്റിന്റെ സമീപത്തേക്കെത്തി. 15-ാം നൂറ്റാണ്ടിലെ സിറ്റി ഗേറ്റാണ്. അതിന്റെ മുറ്റം മാർക്കറ്റ് ഏരിയയുമാണ്. ഇങ്ങനെ നിരവധി സ്ക്വയറുകളും തുറസായ സ്ഥലങ്ങളുമുണ്ടിവിടെ. കുറേ നേരം നഗരവീഥികളിലൂടെ ചുറ്റി നടന്ന് റെഡ് ലൈറ്റ് ഏരിയയും മറ്റും പിന്നിട്ട് വീണ്ടും ഞാൻ ഡാം സ്ക്വയർ അഥവാ പാലസ് സ്ക്വയറിലേക്കെത്തി. അപൂർവമായി മാത്രമേ കാറുകൾ കടന്നു പോകുന്നുള്ളൂ. വളരെ അത്യാവശ്യമെങ്കിൽ മാത്രമാണ് ആളുകൾ കാറുമായി ഇറങ്ങുക. മറ്റുള്ളവർ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു, സൈക്കിൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നടന്നു പോകുന്നു. ഞാൻ സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് തന്നെയുള്ള മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയത്തിന്റെ മുന്നിലേക്കെത്തി. അതൊന്ന് കാണാമെന്ന് തീരുമാനിച്ചു. 25 യൂറോയാണ് ടിക്കറ്റ് ചാർജ്. ഒരു ലിഫ്റ്റിൽ കയറി മുകൾ നിലയിലേക്ക്. ലിഫ്റ്റിൽ നിന്നിറങ്ങി ചെല്ലുന്നത് മാഡം തുസാഡ്സ് മ്യൂസിയത്തിന്റെ പ്രധാന ഭാഗത്തേക്കാണ്. ഹോളിവുഡാണ് ഇവിടുത്തെ തീം. ഡച്ചുകാരനായ ഹോളിവുഡ് നടൻ മൈക്കിൾ ഹുയിസ്മാന്റെ പ്രതിമയാണിത്. ഡച്ച് TV സീരിയലുകളിലൂടെയാണ് ഹുയിസ്മാൻ ബ്രിട്ടീഷ് സിനിമയിലേക്കും പിന്നീട് ഹോളിവുഡിലേക്കും നടന്നു കയറിയത്. ചലച്ചിത്ര താരങ്ങളുടെ മെഴുകു പ്രതിമകളാണ് ഇവിടെ കൂടുതലും. ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ നിക്കോളാസ് കേജ് ആണിത്. വളരെ സൂക്ഷ്മമായാണ് പ്രതിമകളുടെ നിർമ്മാണം. കണ്ണും മുടിയുമൊക്കെ ഒറിജിനലിനെ വെല്ലുന്നതാണ്. സൂക്ഷ്മാംശങ്ങളിൽ വളരെ ശ്രദ്ധിച്ചാണ് പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് മോഡലും ഗായികയുമായ ദുവ ലിപ്പയാണ് ഇത്. 2 ഗ്രാമി അവാർഡുകൾ നേടിയിട്ടുള്ള ദുവ ഏതാനും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ജീവൻ തുടിക്കുന്ന മെഴുകു പ്രതിമകളാണ് മാഡം തുസാഡ്സിന്റെ മ്യൂസിയങ്ങളിലെല്ലാം ഉള്ളത്. 15 ദിവസം മുതൽ 1 മാസം വരെ നീളുന്ന പ്രക്രിയയാണ് ഇത്തരം ഓരോ പ്രതിമയുടെയും നിർമ്മാണം. പ്രതിമ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ചിത്രങ്ങളും വീഡിയോയും കണ്ട് കൃത്യമായ വിശദാംശങ്ങൾ ശില്പി ശേഖരിച്ചിരിക്കും. സാധ്യമെങ്കിൽ അവരെ നേരിട്ട് കാണുകയും ചെയ്യും.
തൊലിയുടെ നിറവും മുടിയും കണ്ണുമാണ് കൂടുതൽ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക. തുടർന്നാണ് പ്രതിമാ നിർമ്മാണം. മെഴുകു പ്രതിമയെന്നാണ് പറയുന്നതെങ്കിലും ഇത് പൂർണ്ണമായും മെഴുകല്ല. മെഴുകിന് പുറമെ സ്റ്റീൽ, കളിമണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക് എന്നിവയെല്ലാം പ്രതിമാ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. 3 ഘട്ടങ്ങളായാണ് ഓരോ പ്രതിമയുടെയും നിർമ്മാണം പൂർത്തിയാക്കുക. ഇത് ലേഡി ഗാഗയാണ്. അമേരിക്കൻ നടിയും ഗായികയും സോങ് റൈറ്ററുമായ ലേഡി ഗാഗ. അങ്ങനെ പ്രസിദ്ധരായ നിരവധി പേർ. ജെയിംസ് ബോണ്ട് കഥാപാത്രങ്ങളാണ് ഇവിടെ. 4 സിനിമകളിൽ ജെയിംസ് ബോണ്ടായ പിയേഴ്സ് ബ്രോസനൻ. കാസിനോ റോയാൽ ഉൾപ്പെടെ 3 സിനിമകളിൽ ബോണ്ടായി വേഷമിട്ട ഡാനിയേൽ ക്രെയ്ഗ് ആണിത്. ഷ്രെക് സിനിമയിലെ ഫിയോണ രാജകുമാരി ഇവിടെയുണ്ട്. E.T. ദ എക്സ്ട്രാ ടെറസ്ട്രിയലിലെ അന്യഗ്രഹ ജീവി മറ്റൊരിടത്ത്. അങ്ങനെ സിനിമകളിലൂടെ പോപ്പുലറായ കഥാപാത്രങ്ങളെല്ലാം ഉണ്ട്. ഇത് മർലിൻ മൺറോയുടെ പ്രതിമയാണ്. മർലിന്റെ ഏറ്റവും പ്രശസ്തമായ ഫോട്ടോഗ്രാഫിന്റെ യഥാർത്ഥ രൂപം. മാഡം തുസാഡ്സിന്റെ എല്ലാ മ്യൂസിയങ്ങളിലെയും പ്രധാന താരമാണ് മെർലിൻ. മറ്റൊരാൾ ചാർലി ചാപ്ലിനാണ്. ലണ്ടൻ, ന്യൂയോർക്ക്, ഹോളിവുഡ്, ഹോങ്കോങ്, ലാസ് വേഗാസ്, ഒർലാൻഡോ, സിംഗപ്പൂർ, ഷാങ്ഹായ്, ടോക്കിയോ, വിയന്ന, സിഡ്നി, വാഷിംഗ്ടൺ എന്നിങ്ങനെ പ്രമുഖ നഗരങ്ങളിലെല്ലാം മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ കാണാം ചാർലി ചാപ്ലിന്റെയും മർലിൻ മൺറോയുടെയും പ്രതിമകൾ. ഒഴിവാക്കാൻ പറ്റാത്ത സെലിബ്രിറ്റികൾ. സ്പോർട്സ് താരങ്ങളുമുണ്ട്. ലയണൽ മെസ്സിയാണിത്. ലോക താരങ്ങളായതിനാൽ മാഡം തുസാഡ്സിന്റെ എല്ലാ മ്യൂസിയങ്ങളിലും മെസ്സിയെപ്പോലുള്ളവരുമുണ്ട്. ഇത്തരം പ്രതിമകളുടെയെല്ലാം മുഖവും കൈകളും മാത്രമാണ് പൂർണ്ണമായും മെഴുകുകൊണ്ട് നിർമ്മിക്കുന്നത്. ഉള്ളിൽ ഉരുക്കുകൊണ്ടുള്ള ചട്ടക്കൂടാണ്. ശരീരം നിർമ്മിക്കുന്നതാകട്ടെ കളിമണ്ണുകൊണ്ടും. ആദ്യം പ്രതിമ പൂർണ്ണമായും കളിമണ്ണുകൊണ്ടാണ് ഉണ്ടാക്കുക. അതിന്റെ തലയും കൈയും വേർപെടുത്താവുന്നതാവും. കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച തല പിന്നീടെടുത്തു മാറ്റി അവിടെ മെഴുകുകൊണ്ട് മോൾഡ് ചെയ്തെടുത്ത തല ഉറപ്പിക്കുന്നു. കൈകളും ആ വിധം മാറ്റി സ്ഥാപിക്കും. ടെന്നീസ് താരം റാഫേൽ നദാലാണിത്. വസ്ത്രവും മറ്റും ഈ താരങ്ങൾ ഉപയോഗിച്ചിരുന്നത് തന്നെയാണ്. ഡച്ച് കിക്ക് ബോക്സർ റിക്കോ വെർഹോവനാണിത്. ഒളിമ്പിക് സ്വർണ്ണ ജേതാവും ഡച്ച് ജിംനാസ്റ്റുമായ എപ്കെ സോണ്ടർലാൻഡും ഇവിടെയുണ്ട്. ഇത്തരം പ്രതിമകൾ ഉണ്ടാക്കുമ്പോൾ തൊലിയുടെ നിറം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഓരോ വ്യക്തിയുടെയും കൃത്യമായ നിറം പ്രതിമയ്ക്ക് നൽകാൻ 10 ലെയറുകളായി വരെ ഓയിൽ പെയിന്റ് പൂശാറുണ്ട്. പല്ലും കണ്ണും കൈകൊണ്ട് അക്രിലിക് പെയിന്റ് ചെയ്തുണ്ടാക്കുന്നവയാണ്. മുടിയിഴകളുടെ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. കൃത്യമായ ഇടവേളകളിൽ ഓരോ പ്രതിമയും മിനുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ മുകളിലെ നിലയിലേക്കു കയറി. പല നിലകളിലായിട്ടാണ് മ്യൂസിയത്തിലെ പ്രദർശനം. കാറ്റ് വാക്ക് ഷോ ഉൾപ്പെടെ വിവിധ ആക്ടിവിറ്റികളും മ്യൂസിയത്തിൽ നടക്കുന്നുണ്ട്. പ്രതിമയേത് മനുഷ്യരേത് എന്ന് കണ്ടുപിടിക്കുക പ്രയാസമാവും. സംഗീതത്തിന്റെ ഏരിയയാണിത്. ലോകപ്രശസ്തരായ പല കലാകാരന്മാർ. മൈക്കിൾ ജാക്സനാണ് പ്രധാന താരം. മാഡം തുസാഡ്സിന്റെ എല്ലാ മ്യൂസിയങ്ങളിലെയും സാന്നിധ്യമാണ് മൈക്കിൾ ജാക്സൺ. അവിടങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ ഫോട്ടോ എടുക്കാറുള്ളതും ജാക്സന്റെ കൂടെ നിന്നാണ്. ചിരഞ്ജീവികളാണ് ചാപ്ലിനും മൈക്കിൾ ജാക്സണുമെല്ലാം. പ്രതിമകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് വാക്സ് മ്യൂസിയത്തിലെ പ്രധാന ആകർഷണം. മൈക്കിൾ ജാക്സൺ പൂർണ്ണ ആരോഗ്യവാനായി പ്രതാപത്തോടെ അരങ്ങുവാണിരുന്ന കാലത്തെ രൂപമാണിത്. കൃത്യമായ ഉയരത്തിലും നിറത്തിലുമാണ് ജാക്സനെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. പഴയകാല അമേരിക്കൻ ഗായകനും നടനുമായ എൽവിസ് പ്രിസ്ലിയാണിത്. പുതിയ കാലത്തെ അമേരിക്കൻ നടിയും ഗായികയുമായ അരിയാന ഗ്രാൻഡെ. പലതവണ ഗ്രാമി അവാർഡ് നേടിയ അരിയാനയുടെ ആൽബങ്ങൾ ലോകത്ത് വലിയ തോതിൽ വിറ്റഴിക്കപ്പെട്ടതാണ്.
13-ാം വയസ്സിൽ തന്നെ കലാരംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്ത കനേഡിയൻ ഗായകനും നടനുമായ ജസ്റ്റിൻ ബീബറും ഇവിടെയുണ്ട്. ലോകത്ത് ഏറ്റവും ആരാധകരുള്ള ഗായകരിൽ ഒരാളാണ് ബീബർ. അങ്ങനെ പല ഗായകർ. ഈ ഒരു ഭാഗം തന്നെ പാട്ടുകാർക്കായുള്ളതാണ്. മ്യൂസിയത്തിന്റെ ഈ ഭാഗത്ത് വലിയൊരു ജാലകമുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ കടന്നു വന്ന സ്ട്രീറ്റ് കാണാം, ദാം റാക്ക് സ്ട്രീറ്റ്. അതിന്റെ അങ്ങേയറ്റത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ ഇടയ്ക്കുള്ള കനാലുകളില്ല. സെൻട്രൽ സ്റ്റേഷനും ഇങ്ങേയറ്റത്തുള്ള ഡാം സ്ക്വയറിനുമിടയിൽ കുറെ കനാൽ ഭാഗങ്ങളുണ്ട്. അവിടെയാണ് ധാരാളം ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. താഴെ നേരത്തെ ഞാൻ കണ്ട ജഗ്ലിംഗ് കലാകാരന്മാർ ഇപ്പോഴുമുണ്ട്. കൂടി നിൽക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഒറ്റച്ചക്ര സൈക്കിളിൽ ബാലൻസ് ചെയ്തുകൊണ്ട് മധ്യത്തിൽ ജഗ്ലർ. വിശാലമായ സ്ക്വയർ. ആ കാഴ്ചകൾ കണ്ട് ജാലകത്തിനരികെ ഞാൻ നിന്നു.